നമ്പർ എടുത്തില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. പക്ഷെ വില നോക്കിയപ്പം വേണ്ട. മൊസംബീൻ്റെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ മാറി. മാങ്ങ എനിക്ക് മാങ്ങ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. എങ്ങോട്ടാ പിന്നെ പോണ്? എങ്ങോട്ടാ? സ്റ്റോറി കണ്ടിട്ടുണ്ടാവില്ലേ? കൊച്ചി. ഇപ്പൊ ഞങ്ങൾ കൊച്ചി. കേക്കുന്നില്ലേ? ഇങ്ങനെ കേട്ടാ മതി. കേൾപ്പോ കൊച്ചിയല്ലേ? കൊച്ചി. എല്ലാവരും അറിയട്ടെ ഞങ്ങളിങ്ങനെ പേരിങ്ങിട്ട് ചുമ്മാ ഒരു രസം. കൊള്ളാവോ? ഞങ്ങളിതേ ലുലുവിലേക്ക് എത്തി. കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതേ തിരിച്ച് പോന്നപ്പോ ലുലുവില് അവിടെ ലുലുവിലോട്ട് കേറാണ്. നമ്മളിതേ പാർക്കിങ് നോക്കാം. തിരക്കുണ്ടല്ലേ? ഇവിടെ വരെ തിരക്ക് കാണുന്നില്ല. ഇതിനകത്തുണ്ടോ എന്നറിയില്ല. ദിവസല്ലേ? ശരിയാണ്, ഇന്ന് വർക്കിംഗ് ഡേ കൊണ്ട് എല്ലാവരും ഓഫീസും അതൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും. പാർക്കിങ്ങിലോട്ട് പോവാം നമ്മളെ. പാർക്കിങ്ങിലോട്ട് എത്തുകയാണ് ഗൈസ്. ഞങ്ങൾ ആളില്ലെന്ന് പറഞ്ഞ എന്താ ഇതാണ് ആളില്ലെന്ന് പറഞ്ഞത്? അത് എനിക്കറിയില്ലല്ലോ. അത് കുറച്ച് വണ്ടിയല്ലേ ഉള്ളൂ. കുറച്ച് വണ്ടിന്ന് തോന്നുന്നത്. എൻട്രൻസ് അവിടെയാണ്. ആണോ? എൻട്രൻസ് അവിടെ. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടേ വണ്ടി ഇടാൻ കിട്ടണമെങ്കിൽ സോട്ട് ഉണ്ടെന്ന് അറിയുന്നത്. സോട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാർക്ക് ചെയ്യട്ടെ, ബാക്കിയൊക്കെ ഇന്നിട്ട്. അപ്പോൾ അതേ ലുലുവിൽ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനും സഫീൻ നിർക്കാണ്. നേരെ എൻട്രൻസിലൂടെ കയറാട്ടോ. കുറേ വീഡിയോ കുറേ വലിച്ചു നീട്ടിട്ടുണ്ടെന്ന് അറിയാം. കുറേ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറേ സംസാരിക്കാൻ നിങ്ങൾക്ക് തന്നെ പോകാം. എന്താ അങ്ങനെ എല്ലാം കഴിഞ്ഞത് അകത്തോട്ട് ഇങ്ങനെ കയറാണ് പാർക്കിങ്ങിൻ്റെ എൻട്രൻസിലൂടെ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഷോയൊക്കെ ഇങ്ങനെ ക്യാമറയിൽ വേണ്ടി കാണിക്കാം. പട്ടി ഷോ. പിന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടി കയറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇൻസ്റ്റയ്ക്ക് വേണ്ടി എടുത്തിന്. അങ്ങനെ അത് വെറുതെ എടുത്തിട്ടുണ്ട്. എന്ന് വിചാരിക്കില്ലേ ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുക. അതിങ്ങനെ പറഞ്ഞ് കുറേ ഷെയർ അടിച്ച് തിരക്കുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഒന്നല്ല, കുറേ ആൾക്കാരുണ്ട്. വർക്കിൻ്റെ ആയിട്ട് അങ്ങനത്തെ ഫാഷൻ സ്റ്റോർക്ക് അങ്ങനെ പോയി കുറേ എണ്ണൊക്കെ നോക്കി. പിന്നെ അത് ടോയ്സിൻ്റെ അവിടെ ജസ്റ്റ് വന്നു. നമുക്ക് എല്ലാവർക്കും ടോയ്സിൻ്റെ അവിടെ കാണാൻ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്പർ എടുത്തില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. പക്ഷെ വില നോക്കിയപ്പം വേണ്ട, വാങ്ങണ്ട, വളരെ മതി എന്നായി. അമ്മ അതിൽ വിലയാണ്. പിന്നെ കുറേ ക്യൂട്ടായിട്ട് കുറേ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ട് വാലൻസ് ഡേ ഗിഫ്റ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല നൈസ് ചെയ്യുന്നു. പക്ഷേ അപ്പം ഷോർട്സ് എടുക്കാൻ ഷോർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രുബേന്ന്. ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കണത്. കുറേ ട്രെൻഡൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. എങ്കിലും ട്രൈ ആക്കാമെന്ന് കരുതിയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ പേരിൽ സീറ്റൊക്കെ അങ്ങനെ ഞങ്ങളിതാ ലാസ്റ്റ് സീറ്റിൽ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. സാധനം പിടിച്ചിട്ട് ഇപ്പം പോകുന്നുള്ള പേടിയായിരുന്നു. എല്ലാവരും നിൽക്കുകയും കരുത് എല്ലാവരും നോക്കില്ലേ താഴ്ത്ത് പോവോ അങ്ങനെയൊക്കെ ഒരു ഇത്. എന്താ അപ്പം അതിൻ്റെ ഇത് അറിയണ്ടേ? എല്ലാവരും ട്രെൻഡിങ്ങിൽ കുറേ ആക്ഷനും കുറേ കാട്ടിക്കൂട്ടിയിരുന്നല്ലോ. അപ്പം എനിക്കും അറിയണം എന്താണ് ഇതിൽ ഇത്ര സ്പെഷ്യലായിട്ട് എന്താ ഇത്ര കാണിക്കാനുള്ളത്. ട്രൈ ആക്കാണ് ഞങ്ങളിപ്പോൾ ഇതാ ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി മാറി മാറി കുടിക്കുന്നുണ്ട് കേട്ടോ. അവൻ നൈസാണ്, എനിക്ക് ഇഷ്ടമായി. നമ്മുടെ ജ്യൂസ് തന്നെ അത് നമ്മൾ പല ഫ്ലേവറിൽ പല രീതിയിലും അത് കുടിക്കുമ്പോൾ ഓരോ ഫ്ലേവറല്ലേ വായിൽ വരുന്നത്. സംഭവം അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി.
മുസംബി കുടിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഗ്രേപ്സും പൈനാപ്പിളും ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. മുസംബീൻ്റെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ മാറി ആയിപ്പോയി. ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചീസൊക്കെ പറഞ്ഞിട്ടോ കുടിക്കണേ. പൈനാപ്പിൾ ഇട്ടിട്ട് ചീസ് എല്ലാം ഞങ്ങൾ അങ്ങനെ രസമല്ലേ, ചുമ്മാ ഒരു തമാശക്ക് ഇട്ടു, ആരും വിചാരിക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുടിക്കണം. കുറേ രസം അങ്ങനെ അതേ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതാ കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നുവെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ എന്ന് പറയാനും പറ്റില്ല. എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ജ്യൂസ് നോർമൽ അടിക്കില്ലേ, അത് തന്നെയല്ലേ ഇത് ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ അതും ട്രൈ ആക്കി. അപ്പോൾ താ ഞങ്ങൾ പോവാണ്. ബാക്കിയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതാണ് പോവാറ്. എന്താണ് റിസ്വേ പറയൂ. നമ്മളെവിടെ ഇപ്പൊ മറൈൻ ഡ്രൈവിലോട്ട് പോവാ. ഓരായിട്ട് ഇങ്ങനെ മറൈൻ ഡ്രൈവിൽ പോകണം, കുറച്ച് നേരം നടക്കണം, സ്പ്രിൻ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നത്. അത് സഹിച്ച് പോന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വൈക്കിത് ഉപ്പിലിട്ടത് കണ്ടപ്പം എനിക്ക് ഭയങ്കര കൊതിയായിട്ട് പൈനാപ്പിൾ ഇല്ല, അപ്പോൾ ഉപ്പിലിട്ട് മാങ്ങ വാങ്ങി. മാങ്ങയെങ്കിൽ മാങ്ങ കമ്പിട്ടുകൊണ്ടൊക്കെ കടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റിലായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ലാസ്റ്റ് മറൈൻ ഡ്രൈവിലെത്തി. എവിടെ എത്തി റിസു? മറൈൻ ഡ്രൈവ് കാണണമെന്ന് നടക്കില്ല. അങ്ങനൊന്നല്ല, എനിക്ക് മറൈൻ ഡ്രൈവൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, ഓരായിട്ട് നടക്കണമെന്നുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയുണ്ട്, നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നടന്ന് മറൈൻ ഡ്രൈവിനകത്ത് അവിടെ കയറാൻ മറ്റേ വേറെ ബാക്ക് വഴി ആയിട്ടോ വന്ന് പോയത്. അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. കാരണം നല്ല മഴയുണ്ടായിരുന്നു, നല്ല പൊടിയും മഴയും. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ നടന്നു. അങ്ങനെ അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ട് കണ്ണിച്ചാറില്ലാത്ത കെട്ടി മഴയത്ത് കൊള്ളിക്കും. എന്തുവാണ് ബീബി പറയുന്നത്? എപ്പോ എന്റെ പുറത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചതിന് പല വാക്കുകൾ വരുന്നു. സ്റ്റാൻഡേർഡൊക്കെ പോയി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ എല്ലാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.